ഹായ് ഹലോ ഗായ്സ്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഗായ്സ് നമ്മൾ ഒരു ഇച്ചിരി ഫണ്ണി ആൻഡ് കുറച്ച് ടഫും കുറച്ച് ഫണ്ണിയും കുറച്ച് എന്റർടൈനിങ് ആയ ഒരു ഗെയിമായിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു ഹൊറർ ഗെയിം ഒന്നുമല്ല, പക്ഷെ കുറച്ച് ടഫാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിന്റെ പേര് കളേഴ്സ് ഓഫ് ദ ലീവ്സ് എന്നാണ് ഗൈസ്. അതായത് പേര് പോലെ തന്നെ നമുക്കൊരു സ്ഥലം വരും, ആ സ്ഥലത്ത് ഇതുപോലെ നിറയെ ഇലകൾ പൊഴിഞ്ഞു വീണ് കിടക്കും. ആ ഇലകൾ നമ്മൾ പിറക്കി ആ സ്ഥലം ക്ലീൻ ആക്കണം. അതാണ് ഗെയിമിന്റെ സ്റ്റോറി. ഇപ്പം ഞങ്ങളുടെ ഗെയിം കാണുന്ന എല്ലാ കുട്ടികളെ പോലെയുള്ള എല്ലാവരെയും ഞങ്ങൾ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ഓൾ ആർ വെൽക്കം, എല്ലാവരും വാങ്ങേ. ഓക്കെ, ഞങ്ങൾ ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോകാണ് ഗൈസ്. നമുക്ക് കണ്ണ വീടിന്റെ അവിടേക്ക് പോകാണ് ഗൈസ്. വീടിന്റെ ഫ്രണ്ടിൽ മുഴുവൻ ഇലകളൊക്കെ വീണ് ആകെ കോഷ്ടമായി കിടക്കായിരിക്കും ഗൈസ്. സോ നമുക്ക് തുടങ്ങാം. Oh, my head hurts so bad, but the doctors keep telling me it's not an issue. Now I have to walk through what a horrible day. And the books are going on vacation. Hey, at least എടാ നമ്മുടെ ആ പെണ്ണുണ്ടോ? ഓ, അവര് തിരിച്ചു വരുന്നതിന് മുമ്പ് ഏജയുടെ ബൂ ഒക്കെ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ഫുള്ള് ക്ലീൻ ആക്കി. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ക്ലീൻ ആക്കാൻ? അല്ലല്ലോ, അവരുണ്ടല്ലോ. ചേച്ചി എങ്ങനെയാണെന്നറിയാവോ? എങ്ങനെ കൈ കൊണ്ട് പിക്ക് ചെയ്യണം ഓരോ ഇല. നീ വെളിവശം നോക്ക്, ഞാൻ വീടിന്റെ മുമ്പിൽ കിടക്കുന്നതൊക്കെ എടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ വേണം ഈ ഇലകൾ കണ്ടോ. നിങ്ങളെ ഇലകൾ കാണിച്ചു തരാമേ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. എത്ര ഇലകൾ ഉണ്ടെന്നുള്ളത് കണ്ടാൽ നിങ്ങൾ അന്തം വിടും. അവിടെ ചെന്നിട്ട് സെൽ എന്നുള്ളത് കൊടുക്കണം. കണ്ടോ ഇത് കണ്ടോ വീടിന് ചുറ്റും കിടക്കുന്ന ഇലകൾ കണ്ടോ. ഒരു 10,000 ഇല കാണും ഇവിടെ. 10,000 ലക്ഷക്കണക്കിന് ഇല കാണും. ഇതെല്ലാം നമ്മൾ പിറക്കി എടുക്കണം. അതെങ്ങനെയാണെന്നാണ് എനിക്കറിയാത്തത്. ചൂലൊന്നുമില്ലേ? അൺലോക്ക് വേണ്ട, അൺലോക്ക് തൽക്കാലം കൊടുക്കണ്ട ഗൈസ്. നമുക്ക് പൈസ കൊടുത്ത് ചിലപ്പോൾ ഇവിടുന്ന് എവിടെയെങ്കിലും ചൂലോ വല്ലതും കിട്ടുമായിരിക്കും. ചൂലോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കിട്ടും. ഫൈൻഡ് ദ ബട്ടൺ ടു ഓപ്പൺ. Okay, open the tab, upgrade your hand. ഓ, $7 നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് ഇപ്പൊ നമുക്ക് എത്ര $7 ഉണ്ട്? പൈസ കളയാതിരുന്നത് $7 ഉണ്ടെങ്കിൽ നമുക്ക് ചൂട് എടുത്താക്കാം. ചൂട് സെറ്റാക്കാം. നമുക്ക് പെട്ടെന്ന് പൈസ കളക്ട് ചെയ്യാം. ഇതുവരെ നമുക്ക് $0.25 ആണ് ഉള്ളത് കിട്ടിയത്. ഓക്കെ, സഞ്ചി നിറഞ്ഞു പോയി. സോ കൊണ്ടിടുന്നു. സഞ്ചി തൽക്കാലം നമുക്ക് ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്യണ്ട. പൈസ എടുക്കാം. പിന്നോ ഇവിടെ നമുക്ക് $1 എവിടെ? നീ എനിക്ക് എത്ര $1 കിട്ടുന്നു നോക്കൂ. എന്തായാലും പറഞ്ഞ പോലെ നമുക്ക് കളറിലകൾ ഒന്ന് കറക്റ്റ് നോക്കാം. എനിക്ക് റെഡ് ഇലകൾക്ക് വല്ലതും കിട്ടുമോ? അറിയില്ല. അങ്ങനെ നമ്മുടെ നിലവിലെ സഞ്ചിയിൽ നമുക്ക് 25 ഇലകളെ എടുക്കാൻ പറ്റും. നമുക്ക് ചൂട് മേടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സഞ്ചി അപ്ഗ്രേഡ് ചെയ്യാത്തത്. സഞ്ചി അപ്ഗ്രേഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു 75 ഇലകളെ കിട്ടുന്ന ഒരു സഞ്ചി കിട്ടും. ഇതെന്താ ബോളിന് പൈസയുണ്ടോ? ഇല്ല, ബോൾ പിന്നെ നമുക്ക് $2.50 ആവും. ഇതെന്നാ 5 ഡയമണ്ട്സ് കിട്ടി. 5 ഡയമണ്ട്സ്. നമുക്ക് ഈ ഡയമണ്ട്സ് മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അറിയില്ല. ഇവിടെ നീല ഇല കാണും. അത് നോക്കിയാൽ മതി. അത് ഇനി ഒന്നും കാണുന്നില്ല ഇവിടെ. $75. അപ്പത്തെ എല്ലാം ക്ലീൻ ചെയ്തോടാ. അപ്പോഴത്തേക്ക് അവർ വീണ്ടും കിട്ടുന്നുണ്ട്. 4.64. എന്തോ പറ. ബാഗ് അകത്ത് പോയി മേടിക്കണം. അകത്ത് നിന്ന് ബാഗിന് $1 വേണ്ട മേടിക്കും. ബാഗ് അപ്ഗ്രേഡ് ചെയ്യാം. $1.
എടാ വേണ്ട, അകത്ത് 2-3 സഞ്ചി ഇരിക്കണോ? ഒന്നല്ല, $2. $2. ആ പൈസ ഉണ്ട്, ഞാൻ മേടിക്കാത്തതാ മെമ്മാറ്റി. എന്നാലല്ലേ നമുക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് ഓടി നടന്ന് പണിയാം. ഗൈസ് ഈ ഗെയിം ഉണ്ടല്ലോ ഇച്ചിരി ടഫാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അഡിക്റ്റ് ആവും ഗൈസ്. കാരണം നമുക്ക് ഒരു ഉള്ളിൽ നിന്ന് ഇത് വരും. പൈസ ഇങ്ങനെ കൂടുമ്പോ നമുക്കൊരു ത്രില്ല് വരും. ഏതാ നമുക്ക് പെട്ടെന്ന് ടൂൾ അപ്ഗ്രേഡ് ചെയ്യണം, അങ്ങനെ ഒരു ഇത് വരും. എന്താ ഒരു ത്രില്ല്, അഡിക്ഷൻ ആണ് ഗെയിം. എനിക്ക് $5 46 ടൂളിലേക്ക് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 7.49 ഗൈസ് നിങ്ങൾ റിയൽ ലൈഫ് ഇങ്ങനെ ജോലി എന്നാൽ നിങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ ഗൈസ് ഇതുപോലെ വിലകൾ പറയുന്ന ഓരോ നേരം ഇറക്കി വെക്കണം. ഇടയ്ക്ക് ഓരോ ഇടയ്ക്ക് പൈസ കിട്ടുമെന്ന് ഞാൻ വരിക. യെസ് 8 ഗൈസ് നമുക്ക് ടൂൾ വാങ്ങാം. യെസ് ഗൈസ് ഗൈസ് ഒരു തൂത്ത് കൂട്ടാനേ പറ്റത്തുള്ളൂ. തൂത്ത് കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. തൂത്ത് കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോകണം. ഇത് ടഫാണല്ലോ ഗൈസ്. നമ്മൾ പുറകോട്ട് പോകണം. ഈ സാധനം എടുക്കാൻ പറ്റുമോ? അങ്ങനെ കൂട്ടി നേരെ ആ വേസ്റ്റ് വാട്ടറിലോട്ട് കൊണ്ടുവിടാൻ പറ്റുമോ? അങ്ങനെയാണ് രക്ഷപ്പെട്ടു. തൂത്ത് കൂട്ടാം. ഇങ്ങോട്ട് തൂത്ത് കൂട്ടിയാൽ മതിയാ. നമുക്ക് ഇങ്ങനെ തൂത്ത് കൂട്ടിയാൽ മതി. പക്ഷെ ഞാൻ അതായത് ഈ കാണുന്നില്ലേ ഇവിടെ കണ്ടോ ഒരു ഹോള് പോലെ കണ്ടോ, അതിന്റെ അളവ് തൂത്ത് കൂട്ടിയാൽ മതി. വില തന്നെ അതിനകത്തോട്ട് ആകും. നീ അങ്ങോട്ട് തൂത്ത് കൂട്ടി, ഞാൻ ഇങ്ങോട്ട് തൂത്ത് കൂട്ടാം. അതാണ് നല്ലത്. ഇതന്നെയാണ് രാവിലെ എടുക്കല്ലേ കേട്ടോ 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 ഇങ്ങോട്ട് എടുക്കും ഇപ്പം ഗെയിം കുറച്ച് സിമ്പിൾ ആയിട്ടുണ്ട്. ഇപ്പം ഇച്ചിരി ഈസിയാണ്. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. ഓ സോറി. നമുക്ക് തനിച്ച് അപ്ഗ്രേഡ് നോക്കാം. ഏതാ അതെ പറ്റും. കഷ്ടപ്പെട്ട് കൂട്ട് വെച്ചതേ അവർ അടിച്ചു മാറ്റാൻ വന്നേക്കുവാ. യെസ് നമ്മൾ അവിടെ മെയിൻ ആയി കളിക്കുന്നു. ഇവിടെ ചെയ്യുന്നില്ല. അതെ അതെ അതെ. അയ്യോ ഇത് എന്താ എടുക്കാൻ പറ്റും? കംപ്ലീറ്റ്. അങ്ങനെ നമ്മൾ അവിടെ കംപ്ലീറ്റ് ആക്കി.
അതാണ് ഈ ഇതെല്ലാം പറക്കാൻ പറ്റും. എത്ര ഉണ്ട് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ കൈ അപ്ഗ്രേഡ് ചെയ്യും. ഇത് ഏതായാലും ഇത് അപ്ഗ്രേഡ് ചെയ്യണം. ഇതും ഇത് അപ്ഗ്രേഡ് ചെയ്യണം. അതും അപ്ഗ്രേഡ് ചെയ്യണം. ഈ കൈ എന്നിട്ട് കറക്റ്റ് ചെയ്യണം. രണ്ടെണ്ണം ചോദില്ല. അപ്പൊ 90 രൂപ വെച്ച് കിട്ടും. ഒരു രൂപയല്ല. ഓടിക്കൊണ്ട് കിട്ടുന്ന നല്ല സംഖ്യ. അതെ അതെ. ഓടിക്കൊണ്ട് കൈ 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 ഇതൊരു ഗ്രേറ്റ് ഐഡിയ ആണ്. ജെജെസ് ഐഡിയ. പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ചൂലിന് ഭയങ്കര പവർ ഉണ്ട്. ചടചടയിൽ തീരുന്നുണ്ട്. എടാ 100 കിട്ടുന്നത് എന്തുവാ കിട്ടുന്നത്? 100 പൈസക്ക് എന്തോ മേടിക്കുന്നത്. നീ ഞാനത് വാങ്ങിക്കുന്നു പറഞ്ഞത് എന്തോ വാങ്ങിച്ചു എന്തോ പറ. ആ എന്റെ റൈറ്റ് അങ്ങനെ പിറക്കിയ കൊന്നു കളയും. നീ ആ ബാക്കി വശം ക്ലീൻ ആക്കാ. അല്ല നമുക്ക് 29.99 ഡോളർ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലോവർ കിട്ടും. ബ്ലോവർ എനിക്കിപ്പോ 18 എടാ ഒന്ന് മാറി ചെയ്തേ. കഷ്ടപ്പെട്ട് ഞാൻ തൂത്ത് കൂട്ടും. ഇവൻ വന്ന് അടിച്ചോണ്ട് പോകും. ടീച്ചറാ വേറെ ഇലയുണ്ട്. ഓരോ ഇലയ്ക്ക് പണം അല്ലെ? എന്തൊരു നല്ല നാടാ അല്ലേ? ഇവിടെ തൂത്ത് വറ്റിച്ചാൽ മതി അല്ലേ ചേട്ടേ? 15. ആ ചേച്ചേ നീ ഇത്രയും ക്ലീൻ ആക്കിയോ? ണോ പിന്നെ തള്ളാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. വേറൊരു കാര്യമുണ്ട്. ഈ ബാസ്കറ്റ്ബോൾ എടുത്ത് ബാസ്കറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പോയിന്റ് കിട്ടും. ഇതിനോട് നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ട് 40 മിനിറ്റ് ആയി. നമ്മൾ ഈ ഗെയിം 40 മിനിറ്റ് കഴിഞ്ഞു. ഓ ശരി പറ്റില്ല. 29 നമുക്ക് എടുത്താൽ സിമ്പിളായി പണി കഴിഞ്ഞു. യൂസ് ചെയ്ത് നോക്കിയാൽ എന്നാ പറഞ്ഞിട്ട് പറത്തിക്കൊണ്ട് പോകാം. അങ്ങോട്ട് കൊണ്ടുപോകും. എടോ നീ 2 പേരേ ഉള്ളു എന്താ വന്നിട്ട്? പെട്ടെന്ന് 30.
എന്ത് വന്നാലും നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ചില കറക്റ്റ് കാശുകാർ നൈറ്റായി ഇവിടെ പോകത്തുള്ളൂ. I need to go to use the bathroom. I need to go to use the bathroom. ഗൈസ് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ? ഒരാഴ കാണിച്ചു ഗൈസ്. എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ അവിടെ. ചേച്ചേ കംപ്ലീറ്റ് ആയല്ലേ? കംപ്ലീറ്റ് സോൺ. എടാ ഓ ചുമ്മാ ഇല്ല, ഇവിടെ കംപ്ലീറ്റ് ആയില്ല. അവിടെ ഡോർ ഓപ്പൺ ആവട്ടെ. ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇനിയുണ്ട്. എവിടൊക്കെയോ ഇലകൾ കിടക്കും. ഗൈസ് നമ്മൾ അങ്ങനെ അവിടെ ഫുള്ള് ക്ലീൻ ആക്കി തന്നെ. ഈ അടുത്തത് ഈ സ്വിമ്മിംഗ് പൂളും ഈ സ്ഥലമാണ് ക്ലീൻ ആക്കാനുള്ളത്. സോ ഇതുകൂടെ നമ്മൾ ക്ലീൻ ആക്കാൻ പോയി കഴിഞ്ഞാൽ മോർ ടൈം എടുക്കും, ഒരുപാട് ടൈം എടുക്കും. സോ നമ്മളിപ്പം തന്നെ ഏകദേശം 1 മണിക്കൂറോളമായി എടുത്തിട്ടാണ് നമ്മൾ ഈ വീടിന്റെ ഈ ഫ്രണ്ട് വശവും ഈ ബാക്ക് ടെറസും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു. സോ ഇനി അവിടെ കൂടെ വീഡിയോ അടുത്തൊരു പാർട്ടായിട്ട് ഒന്നെങ്കിലും ഇടാം. നിങ്ങൾക്ക് അതിന്റെ അടുത്തൊരു പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞങ്ങൾ അതിന്റെ അടുത്ത പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ ഏതായാലും ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. സോ അടുത്തൊരു ഗെയിമുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിന്റെ പാർട്ട് വേണമെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൺ ആശംസകൾ. ഓക്കെ, അപ്പോൾ ഞാനും ജയയും പോവുകയാണ്. ബൈ.